ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവഗണിക്കാനാവാത്ത 5 വിഷയങ്ങൾ. ഈ 5 വിഷയം കൊണ്ടല്ലാതെ സ്വർഗമില്ല. ഈ 5 വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ജീവിതത്തിനല്ലാതെ നരകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സമയബന്ധിതമായി സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ സമയബന്ധിതമായി സംസാരിക്കാൻ പഠിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വിലപ്പെട്ടതും നിങ്ങളെ വിലപ്പെട്ടതുമായ സമയത്തിൻ്റെ ഒരു ഭാവത്തെയും കവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ചിന്തകളിൽ കടന്നു വരുന്ന മൂർച്ചയേറിയ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ അനവരതമൊഴുകേണ്ട വചനസാഗരങ്ങളുടെ പിന്തുണയോടെ ഞാൻ ആരംഭിക്കുകയാണ്. എന്താണ് എൻ്റെ ഒന്നാമത്തെ വിഷയം? 5 ഗൗരവത്തിലെ ഒന്നാമത്തെ വിഷയം, പഠിച്ചുകൊണ്ട്, ഗൗരവമായി പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുവോ? ഒന്നാമത്തെ വിഷയം എന്താണ്? ഒന്നാമത്തെ വിഷയം പഠിച്ചുകൊണ്ട്. ഏതെങ്കിലും ആരെയും പറയുന്നത് കേട്ട് കേവലം അറിഞ്ഞ് ഇങ്ങനെയൊക്കെ, അങ്ങനെയല്ല. ഖുർആനിലൂടെ താപസി മനസ്സോടെ അള്ളാഹുവിനെ അറിയാൻ, പ്രവാചകന്റെ വചനങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയാൻ, ഖുർആനിൽ നിരന്നു നിൽക്കുന്ന അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് അള്ളാഹുവിനെ അറിയാൻ, അഗാധമായി പഠിക്കാൻ, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിനെ അല്ലാതെ വിളിക്കില്ലെന്ന് പറയാൻ, എത്ര തന്നെ കഴിവുള്ള ജിന്നും മലക്കും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും എന്റെ റബ്ബിനോടല്ലാതെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ഘട്ടവും ഒരു ശക്തിയോട് ഞാൻ നടത്തില്ല എന്ന് തീരുമാനിക്കാൻ നാഥനെ അറിയണം. അള്ളാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തവരുണ്ട്. ഞാൻ ചോദിക്കുന്നു, സഹോദരി സഹോദര, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, പ്രവാചക വചനത്തിൽ നിന്ന്, സ്വഹാബത്തിന്റെ ദിവ്യവചനങ്ങളിൽ നിന്ന് റബ്ബിനെ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ നാം ഈ ലോകത്ത് ഒരുപാട് ആളുകളെ സ്നേഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ, സ്വന്തം മക്കളെ, പ്രാണപ്രേയസിയെ, അയൽവാസികളെ, മൂത്താപ്പ ഇളാപ്പ മക്കളെ എല്ലാം നാം സ്നേഹിച്ചിട്ടുണ്ട്. ഒരു വേള കാമുകിക്ക് വേണ്ടി ഉമ്മാനെ ഉപേക്ഷിച്ചിട്ടുണ്ട്, കാമുകന് വേണ്ടി ഉമ്മാനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നെ പ്രിയങ്കരമാണ്, ഐ ലവ് യു എന്ന് നമ്മൾ പറയാറുണ്ട്, ഐ ലൈക്ക് യു എന്ന് നമ്മൾ പറയാറുണ്ട്. നാഥാ നാഥാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ ബാപ്പ കൈയൊഴിഞ്ഞാലും എന്റെ ഉമ്മ കൈയൊഴിഞ്ഞാലും ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തിയവർ, അള്ളാഹുവിന്റെ ആത്മചൈതന്യം കൊണ്ട് ശക്തിപ്പെടുത്തിയവർ എവിടെ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. സൂറത്ത് മുജാദല 22-ാമത്തെ വചനം നോക്കൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഏറ്റവും ശക്തമായ സ്നേഹം ആരോട്? വെറുപ്പല്ല, ഇഷ്ടം, സ്നേഹം. അതിന് അല്ലാഹു പറയുന്ന പ്രയോഗം സൂറത്ത് ബഖറ 165 എന്താ പറയുന്നത്? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നീ മുഅ്മിനാണോ? നീ മുഅ്മിനത്താണോ? എങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? ആരോടാ? അല്ലാഹുവിനോടാ. ഈ ആയത്ത് എവിടെയാ? സൂറത്ത് ബഖറ. ഈ ആയത്തിന്റെ തുടക്കം എന്താണെന്നറിയോ? ഈ ആയത്തിന്റെ തുടക്കം എന്താണെന്നറിയോ? വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ മേൽ ഹുബ്ബ് വെക്കുന്ന പോലെ അവർ ചില ശൈഖന്മാരെ ഹുബ്ബ് വെക്കുന്നു, ചില ദർഗയിൽ അന്ധവിശ്രമം കൊള്ളുന്നവരെ. അതുകൊണ്ടാണ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ മൊയ്തീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞു പോട്ടെ. മറുഭാഗത്തുനിന്ന് ഒരു ഉസ്താദ് ഉറക്കെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞു പോകട്ടെ. ഉണ്ടോ? നോക്കൂ, നിങ്ങൾ വല്ലദീന ആമനൂ അല്ലാഹു പറയാണ്. എന്താ അല്ലാഹു ഇവിടെ പറയുന്നത്? ഈ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന പോലെ ജനങ്ങളെ, ചില ഔലിയാക്കളെ അവർ സ്നേഹിക്കുന്നു. 12 ഗ്രൂപ്പിൽ വാട്സപ്പിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കേരളത്തിൽ. 12 പ്രസിദ്ധമായ ഗ്രൂപ്പുകളിൽ, EKAP, സമസ്ത, മുജാഹിദ്, അവാന്തര വിഭാഗങ്ങളുള്ള ഗ്രൂപ്പുകളിൽ, ആ സംസാരത്തിൽ മുഴുവനും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മക്കൾ. അവരെ ഞാൻ വിമർശിക്കുന്നില്ല, വളരെ ബഹുമാനത്തോടെ നിങ്ങളോട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന് വേണ്ടി വാദിക്കുന്ന ഒരാളെ പോലും ഞാൻ അതിൽ കണ്ടില്ല. എന്റെ റബ്ബിന് വേണ്ടി വാദിച്ച് തർക്കിച്ച് ചീത്ത കേൾക്കാൻ, വിമർശനം കേൾക്കാൻ ഒരു പൗരനെയും ആ ഗ്രൂപ്പിൽ ഞാൻ കണ്ടില്ല. ഒറ്റപ്പെട്ടു പോകുന്ന മുഹൂർത്തങ്ങൾ, ചീത്തയാണ് പറയുന്നത് പരിശുദ്ധ റമദാനിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി? നാഥാ, നിന്നെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ എന്തിനാ ബദറുണ്ടായത്?
എന്തിനാ സ്വന്തം വീട് വിട്ടത്? എന്തിനാ ഭാര്യ ഉപേക്ഷിച്ചത്? എന്തിനാ കച്ചവടം ഉപേക്ഷിച്ചത്? ഒറ്റ കാര്യത്തിന്റെ പേരിലാണ്. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ്. വല്ലദീന ഉഖ്രിജൂ, അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭവനങ്ങളിൽ നിന്ന്. ഒറ്റ കാരണം കൊണ്ട്, ഒരേ ഒരു കാരണം കൊണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. എന്റെ റബ്ബാണ്, അല്ലയാണ് ഈ ലോകത്തിന്റെ സിട്ടാവ്, പരിപാലകൻ. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. എനിക്ക് എന്റെ റബ്ബിനെ തൃപ്തിയാണ്. നാഥാ, ഞാൻ നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. 39-ാം അധ്യായം 36-ാമത്തെ. അത് ചോദിക്കുമ്പം മുജാഹിദുകളെ പരിഹസിക്കുകയാണ്. അല്ല മാത്രം മതി എന്നാണോ? അപ്പൊ വേറെ ആരോടും ഒന്നും ചോദിക്കണില്ലേ? അല്ലയാണല്ലോ ഇത് പറഞ്ഞത്. അല്ലയാണല്ലോ ഇത് പറഞ്ഞത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമ പോരേ ആർക്ക്? അല്ല പോരേ ആർക്ക്? എന്റെ അടിമകൾക്ക്. ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലയോ? ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലയോ? ഇനി ഞാൻ പറയുന്ന ഓർക്കണം. അള്ളാഹു പ്രശംസിച്ച് പറയുന്ന ഒരു കാര്യം നോക്കൂ. മലക്കുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് സന്തോഷം പറയുന്ന ഇഷ്ടപ്പെട്ട താരവിടല്. മലക്കുകൾ വന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു വാചകം ഉണ്ട് ഖുർആനിൽ. എന്താ അത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. അടുത്ത വാചകം എന്താ? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ. എന്ത്? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളുടെ സഹായികളായിരുന്നു. ആര്? മലക്കുകൾ. ആരുടെ സഹായികൾ? മുഅ്മിനീങ്ങളുടെ. അപ്പൊ ദുനിയാവിൽ മലക്കുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഓല് പറയാണ്, പേടിക്കണ്ട, ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. എന്തേ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നതൊന്ന് സ്പീഡിൽ ഓടിച്ചു പോകണം. ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഞാൻ ചുരുങ്ങിയ സമയത്തിലേക്ക്, 1 മണിക്കൂറിന് താഴെയുള്ള സമയത്തിലേക്ക് ഞാൻ ഈ വിഷയത്തെ ചുരുക്കുകയാണ്. ഇന്നിത് നഷ്ടമാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. എനിക്ക് നഷ്ടമാവില്ല, നിങ്ങൾക്ക് നഷ്ടമാവില്ല, നാളെ ഇത് കേൾക്കുന്ന ഒരു മുഅ്മിന് നഷ്ടമാവില്ല. അവന്റെ ജീവിതത്തിൽ ഇത് പരിവർത്തനമുണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് റബ്ബിന്റെ കലാമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ റഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ആ ഗ്രന്ഥത്തിൽ നിന്ന് അവതരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ വളരെയേറെ സ്നേഹിച്ച, ഹുബ്ബ് വെച്ച, പരിഹാസം ഏറ്റുവാങ്ങിയ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ, നാട് വിടേണ്ടി വന്ന, കപ്പലിലേറേണ്ടി വന്ന ഉലുൽ അസ്മിന്റെ പ്രവാചകൻ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. 46-ാം അധ്യായം 35-ാമത്തെ വചനം. ക്ഷമിക്കുക മനുഷ്യരെ, നൂഹ് നബി ക്ഷമിച്ച പോലെ, ഇബ്രാഹിം നബി ക്ഷമിച്ച പോലെ, കലീമുല്ലാഹി മൂസ ക്ഷമിച്ച പോലെ, മസീഹുല്ലാഹി ഈസ ക്ഷമിച്ച പോലെ, ഖലീലുനാ ശഫീഉനാ റസൂലുള്ളാഹ് ക്ഷമിച്ച പോലെ ക്ഷമിക്ക് മനുഷ്യരെ. അതിലൊന്നാമത്തെ ആള് നൂഹ് നബി അല്ലാഹുവിനോട് പറയാണ്, ജനങ്ങളോട് പറയാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അവൻ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. ഇന്നലെ ഞാനൊരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോ മൊയ്തീൻ ശൈഖിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഒരുത്തനൊരു ബൈത്ത് ചൊല്ലി. ഖുതുബിയത്തിന്റെ മലയാള പരിഭാഷ പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ 10-ാമത്തെ പേജിൽ. എന്താ അത്? യാ ഖുത്ബാഹിലിസ് സമാഇ വൽ അർളി ഹൗസഹുമാ. ലോകത്തിന്റെ ഖുത്ബും ആകാശഭൂമികളുടെ നേതാവും മഴ ചൊരിയുന്നവനും അരുവി ഒഴുക്കുന്നവനുമായ മൊയ്തീൻ ശൈഖേ. നോക്കണം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് റബ്ബിന് വേണ്ടി വാദിക്കുക. റബ്ബിന് വേണ്ടി അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, പടച്ചവനെ, ഇന്നി ദൗതു ഖൗമി ലൈലം വനഹാറ.
രാവും പകലും ഞാൻ ജനങ്ങളെ നിന്നിലേക്ക് ക്ഷണിച്ചു റബ്ബേ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല. 71-ാം അധ്യായം 5-ാമത്തെ വചനം. ഞാൻ അവരെ ഉറക്കെ വിളിച്ചു, ഞാൻ അവരെ പതുക്കെ വിളിച്ചു, ഞാൻ അവരെ രഹസ്യമായി കണ്ടു, ഞാൻ അവരെ പരസ്യമായി കണ്ടു. ഇബ്നു ജരീർ അത്ത്-തബരി, മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി പറയാണ്, ഒരു വ്യക്തിയെ 20-ലധികം തവണ മഹാനായ നൂഹ് നബി കാണുകയാണ്. എന്തിനു വേണ്ടി? കേശ് വാങ്ങാനല്ല, കെട്ടിടമുണ്ടാക്കാനല്ല, ദുനിയാവിന് വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടി? അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത, ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. ചിന്തിക്കും. അടുത്തത്, ഈ മഹാനായ മൂസ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം അവസാനം റബ്ബിനോട് പറയും, റബ്ബേ, ഈ ലോകത്ത് നിന്നെത്ര വെറുത്തൊരു കൗമിനെ, ഈ ഔലിയാക്കളുടെ പിന്നാലെ പോയ കൗമിനെ, ഈ കാഫിർ സമൂഹത്തെ നീ വിട്ടേക്കരുതേ. നൂഹ് നബി അള്ളാഹിനെ സ്നേഹിച്ച പോലെ നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി നോക്ക് 950 വർഷം അള്ളാഹ്ക്ക് വേണ്ടി വാദിച്ചൊരു നബി. സുബ്ഹാനല്ലാഹ്. വലിയകളെ ആരാധിച്ച സമൂഹത്തിനെതിരെ ശബ്ദിച്ച ഒരു നബി. വഹി അസ്മാഉ റിജാലും സാലിഹീൻ മിൻ ഖൗമി നൂഹിൻ. മാഷാ അല്ലാഹ്. 1. 2, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ. 1, ഹാജറ ബീവിയെയും മകനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് വരുമ്പോ, അല്ല ഇബ്രാഹിം അല്ല പറഞ്ഞിട്ടാണോ? അല്ല പറഞ്ഞിട്ട്, അതെ അല്ല പറഞ്ഞിട്ട്. ആ അല്ലാഹ്ക്ക് വേണ്ടി ഒറ്റപ്പെടുമ്പോഴും നടക്കുമ്പോഴും ഗദ്ഗത കണ്ടനാകുമ്പോഴും ആ അല്ലാഹ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ, വാദിക്കാൻ, അല്ലണ്ടിന്റെ കൂടെ നോർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാബൽസിലെ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി വലിച്ചെറിയുമ്പോ, ഇബ്രാഹിം, സൂറത്ത് അംബിയ 50 മുതലുള്ള വാചകങ്ങൾ. ചരിത്രം വായിച്ചു നോക്കിക്കേ. എന്നിട്ട് ജിബ്രീൽ വന്നിട്ട് ചോദിക്കണം, ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എൻ്റെ റബ്ബ്, എനിക്ക് എൻ്റെ റബ്ബ് മതി. അസ്ബി അല്ലാഹ്. പറ്റുമോ? ഞാൻ ഇന്നലെ മുതൽ ഒരു ഗ്രൂപ്പിൽ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? കോഴിക്കോടിലെ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ സ്വന്തം മകളെ പ്രവേശിപ്പിച്ച് മേജർ സർജറി നടത്തുന്ന, ക്രിട്ടിക്കൽ സർജറി നടത്തുന്ന, കോസ്റ്റ്ലി സർജറി നടത്തുന്ന ഒരു സർജറി നടക്കുമ്പോ ഹോസ്പിറ്റലിന്റെ പുറത്തു നിൽക്കുന്ന ബദറുസ്താദേ, അയാളുടെ പേരതാണ്, ബദറുസ്താദേ, നിങ്ങൾ റബ്ബിനോട് പറയില്ലേ മനസ്സ് തട്ടി റബ്ബിന്റെ മോളെ കഴിച്ചിലാക്കണമെന്ന്? അതേ സമയത്ത് ബഗ്ദാദിലെ മൊയ്തീൻ ശൈഖിനോട് നിങ്ങൾ പറയില്ലേ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉസ്താദേ? ബഗ്ദാദിൽ അംഗവിശ്രം കൊള്ളുന്ന മൊയ്തീൻ ശൈഖ്, ബദർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് കോഴിക്കോട് മൈത്രയുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ വെച്ച് എന്നെ വിളിക്കുന്നുണ്ടെന്നും ഉത്തരം ചെയ്യേണ്ടതുണ്ടെന്നും മൊയ്തീൻ ശൈഖിന് കഴിയുമെങ്കിൽ 2 അള്ളണ്ടെന്ന് വാദിക്കുന്ന ഒരു കൗമിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചോ? എനിക്ക് വയ്യ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം, എനിക്കൊരാഗ്രഹമുണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും ഈ റമദാനിൽ നടക്കേണ്ട ഒരു പരിപാടിയെ കുറിച്ച് എനിക്കൊരാഗ്രഹമുണ്ട്. ഒരസറിന് നോമ്പ് തുറക്കുന്നതിന്റെ ഒരു 10-20 മിനിറ്റ് മുമ്പ് അവസാനിക്കുന്ന ഒരു പബ്ലിക് പ്രഭാഷണം, ഖുർആൻ മാനവർക്ക് മാർഗദർശനം എന്ന് ഒരു ടൗണിൽ അമുസ്ലിങ്ങളൊക്കെ ക്ഷണിച്ച് ഗംഭീരമായ ഒരു പരിപാടി എല്ലാ വർഷവും തിരുവനന്തപുരത്ത് നടക്കലുണ്ടായിരുന്നു. ഈ വർഷം എനിക്ക് പറ്റാതെ പോയതിന്റെ വേദനയും ഞാൻ നിങ്ങളെ അറിയിക്കും. പരിശുദ്ധ റമദാനിൽ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ മാനവർക്ക് മാർഗദർശനമായ ഗ്രന്ഥം മാലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ നമ്മൾ. അടുത്തത് മഹാനായ മൂസ ഇബ്രാഹിം നബിയുടേത് ചുരുക്കി പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹനെ മാത്രം, നമ്രൂദിനോട് അള്ളാഹ്ക്ക് വേണ്ടി തർക്കിച്ച അള്ളാഹു ആയിരുന്നു അവരുടെ സബ്ജക്ട്. ഈ പോയിന്റ് മഹാനായ മൂസ അലൈഹിസ്സലാം ചെങ്കടലിന്റെ പരിസരം എന്ത് ചെയ്യുമെന്ന ചോദ്യം, അവിടെ പറയുന്ന വാചകം എന്താണ്? ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ്, ഈ ബോധ്യം, എന്റെ റബ്ബ് എന്നെ കൈവിടില്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കണേ,
കൊല്ലാൻ തീരുമാനിച്ചു ചക്രവർത്തി രാജാവ്. കൊല്ലപ്പെടുകയാണ് നാളെ. തീരുമാനം വന്നു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ആ ലാലിമിനെ എന്നെ വിട്ടുകൊടുക്കല്ലേ നാഥ, ആ ലാലിമിനെ എന്നെ വിട്ടുകൊടുക്കല്ലേ. ചരിത്രമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആരുടെയും അവകാശപ്പെട്ട ആളല്ല. മഹാനായ മുത്തബി, ലോകം കണ്ട മഹാനായ ഇമാമുസ്സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹ് ദുആ കേട്ടു, അല്ലാഹ് ദുആ കബൂൽ ചെയ്തു. സ്വന്തം മകന്റെ കൈകളാൽ ചക്രവർത്തി കൊല്ലപ്പെട്ടു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ദുആഇന്റെ 1000 പ്രതീക്ഷകൾ നൽകിയ ഇബ്നു ഖയ്യിം ജൗസിയുടെ ഗ്രന്ഥം വരെ നിങ്ങൾ വായിച്ചു നോക്ക്, കൈവിടില്ല. ഐദുൽ ഖർണിയുടെ ദുഃഖിക്കേണ്ട അല്ലാഹ് കൂടെയുണ്ട് എന്നൊരു പുസ്തകം വായിക്കണം. അത്ഭുതാവഹമാണ് ആ ഗ്രന്ഥം. അല്ലാഹുവിനെ കുറിച്ചുള്ള പഠന മനനങ്ങളാണ്. മറക്കരുത്, നഷ്ടമാകരുത്, നഷ്ടമാകരുത്. അടുത്ത വാചകം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് ദുഃഖമുണ്ടായി, മകന്റെ വേർപാടുണ്ടായി. ഏറ്റവും പ്രിയ, ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, ഏറ്റവും പ്രിയങ്കരനായ മകൻ, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അറിയാവുന്ന ഒരു മകൻ, അത്ഭുതങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു മകൻ വേർപെട്ടിരിക്കുന്നു. എന്തോ സംഭവിച്ചിരിക്കുന്നു. ഗദ്ഗദകണ്ഠനായി, ദുഃഖിതനായി, കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിന്റെ വേദനയെ വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായത്തിൽ പല ഒരു ഓർമ്മപ്പെടുത്തി. കേട്ടെ, മക്കള് വന്നു, സ്വന്തം മക്കള് വന്നു. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു. ഇശാഇയ ബുക്കുൻ കരഞ്ഞുകൊണ്ട് വന്നു, കരഞ്ഞുകൊണ്ട് വന്നു. ഖലബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. മക്കളെ, നിങ്ങൾക്ക് ഇബ്ലീസ് എന്തോ തോന്നിച്ച്, നിങ്ങൾ എന്തോ ചെയ്തു, സാരമില്ല, അക്ഷമയൊന്നുമില്ല വാപ്പാക്ക്. വാപ്പ അങ്ങേയറ്റം ക്ഷമിക്കുന്നു. എന്റെ വേദനകൾ ഇനി സഹോദരിമാരോടാ പറയുന്നത്. സഹോദരിമാരെ, ഒറ്റപ്പെടൂലേ? ഇടൂ. ഭർത്താവ് കള്ളുടിയനായ എന്റെ പേരിൽ ഒറ്റപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. ഭർത്താവ് തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരിൽ നമ്മൾ ബുദ്ധിമുട്ടില്ലേ? ഭർത്താവ് കടബാധ്യത വന്നതിന്റെ പേരിൽ നമ്മൾ ദുഃഖിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഒരു ഒറ്റപ്പെടൽ തോന്നിയിട്ടില്ലേ വീട്ടില്? ആ ഒറ്റപ്പെടുമ്പോ എന്റെ വേദനകൾ പറയാൻ എനിക്ക് റബ്ബ് മതി. അത്രയും ഇഷ്ടമാണോ നമുക്ക് നമ്മുടെ റബ്ബിനെ? അത്രമേൽ ഇഷ്ടമാണോ നമുക്ക് നമ്മുടെ റബ്ബിനെ? നോക്കൂ നിങ്ങൾ, തായിഫിൽ വെച്ച് 10 ദിവസം, ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്ക്. തായിഫിൽ വെച്ച് 10 ദിവസം കല്ലെറിഞ്ഞ് നിന്നെയല്ലാതെ ഒരു നബിയാക്കാൻ അല്ലാഹ്ക്ക് വേറൊരാളെയും കിട്ടിയില്ലേ എടാ എന്ന് ചോദിച്ചപ്പോ അള്ളാഹിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാ എനിക്ക് ദുഃഖമില്ല അല്ലാ, ഇവർക്കുള്ള വെറുപ്പ് നിനക്കെന്നോടില്ലെങ്കിൽ ഇല്ലെന്നതാ ഞാൻ കുലുങ്ങില്ല. ഇതാണ് റസൂൽ, ഇതാണ് ഈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായി നബി? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. ഈ നബി. അതുകൊണ്ട് ബേജാറാകരുത്, പേടിക്കരുത്, പതറരുത്. എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി, ഉന്നത സോപാനങ്ങളിലെത്തി. ഒറ്റ പ്രാർത്ഥന, വിനീതമായ ഒരു പ്രാർത്ഥന. റബ്ബി റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة أنت ولي في الدنيا والآخرة. ദുനിയാവിലും ആഖിറത്തിലും നീയാ എൻ്റെ വലി. ലേ അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർ. ഈ 7-14 ലോകം മാത്രമല്ല, 18,000 ലോകവും നിയന്ത്രിക്കുന്നത് ഒരു കൈപ്പിടിയുടെ വലുപ്പത്തിലെ ഹൃദയം നിയന്ത്രിക്കാനാവാത്ത CM മടവൂരാണെന്ന് വിശ്വസിക്കുന്ന പൗരോഹിത്യം ജീവിക്കുന്ന മണ്ണിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നന്ദി കെട്ട വർഗമേ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. 100-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം. നന്ദി കെട്ടവൻ. അല്ല വിളിച്ചതാ, മുജാഹിദ് വലിശേരിയല്ല. നന്ദി കെട്ടവൻ ആ അല്ലാഹുവിനെ കുറിച്ച്. യൂസുഫ് നബി 12:101 റബ്ബി, എന്റെ റബ്ബേ. ഈ വിളി, ഈ സ്നേഹം തീർന്നില്ല. യൂനുസ് അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു നേരത്തെ, മഹാനായ ഹൂദ് അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ബാധിച്ച ഹൂദ് അലൈഹിസ്സലാം. പൊറുക്കലിനെ തേടിക്കോളി റബ്ബിനോട്, മടങ്ങിക്കോളി റബ്ബിനോട്. റബ്ബ് ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു തരാതിരിക്കില്ല, നിങ്ങൾക്ക് എല്ലാ നന്മയും നൽകും. മടങ്ങി റബ്ബിലേക്ക്. അങ്ങനെ റബ്ബിന് വേണ്ടി 2 ചുണ്ടുകൾക്കിടയിലെ നാവ് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ചിന്തിച്ചെന്നറിയോ? 2 ചുണ്ടുകൾക്കിടയിൽ കരുത്തുറ്റ ഒരു നാവ്. കാലിന്റെ ബലം കുറഞ്ഞപ്പോഴും, കിഡ്നിയുടെ ബലം കുറഞ്ഞപ്പോഴും, ഹാർട്ടിന്റെ ചുറ്റിലും അവിടെ മനുഷ്യനെ ആക്രമിക്കാവുന്ന രോഗാണുക്കൾ കിടന്നു നിറങ്ങിയപ്പോഴും എന്റെ നാഥൻ ആ ഹോസ്പിറ്റലിലെ നഴ്സുമാരോട് തൗഹീദ് പറയാൻ
എന്റെ കൈകളിലെ സൂചി വലിച്ചെറിഞ്ഞ് സുജൂദ് ചെയ്തു. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് തൗഹീദ് പറഞ്ഞതിന്റെ രോമാഞ്ചം കൊണ്ട് നാഥാ നീ സാക്ഷി, നാഥാ നീ സാക്ഷി, അല്ലാഹു മിഷ്ഹദ്, അല്ലാഹു മിഷ്ഹദ്, അല്ലാഹു മിഷ്ഹദ്. വിസ്തക്കാരെ, ആക്ഷേപങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരെ, മുശ്രിക് എന്ന വിളി ആവർത്തിച്ചു കേൾക്കുന്നവരെ, കേരള നദുവത്തുൽ മുജാഹിദീൻ കെട്ടഴിച്ചു വിട്ട റമദാനിന്റെ പരിശുദ്ധത ഉൾക്കൊള്ളാത്ത ആളുകളെ നിങ്ങൾ വിളിക്കുന്നു ഞങ്ങളെ മുശ്രിക്കുകളെന്ന്. ശിർക്കിന്റെ അംശം മനസ്സിനകത്ത് വെച്ചു പുലർത്താത്ത ഞങ്ങളെ ആവർത്തിച്ചു വിളിക്കുന്നു നിങ്ങൾ ശിർക്കിന്റെ പ്രചാരകനെന്ന്. മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങൾ വിളിച്ചു, സക്കറിയ സ്വലായി നിങ്ങൾ വിളിച്ചു, പാവം ഫൈസൽ മൗലവി നിങ്ങൾ വിളിച്ചു. വിഷമമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്കറിയാം റബ്ബേ ശിർക്കിന്റെ അംശവും ഞങ്ങളുടെ മനസ്സിൽ പേറുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വരും നാളാഖിറത്തിൽ ഞങ്ങൾ പറയും റബ്ബേ ഞങ്ങൾ വ്യഭിചരിച്ചിരുന്നു എന്നല്ല ഇവർ പറയുന്നത്, ഞങ്ങൾ പലിശ കൊടുത്തു എന്നല്ല പറയുന്നത്, നിന്നിൽ പങ്കു ചേർത്തു. ഏതൊരു വായുവും വെള്ളവും ശ്വസിച്ച് നിനക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുവോ, കവലകളിൽ ഞങ്ങൾ പ്രസംഗിച്ചുവോ, നൂറുകണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ ഏകത്വത്തിന് വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ. ഈ അക്രമകാരികൾ ഞങ്ങൾ വിളിക്കുന്നു മുശ്രിക്കെന്ന്. വേദനയുണ്ട്, വേദനയുണ്ട്. KNM-ന്റെ നേതൃത്വം സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉപ്പ് വെച്ച കലം പോലെ എടുക്കാനും തൊടാനുമില്ലാത്ത പാർട്ടിയായി നിങ്ങൾ മാറും. റബ്ബേ നീ സാക്ഷി. മറിയം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. 19-ാം അധ്യായം സൂറത്ത് മറിയം 17-ാമത്തെ വചനം. ഒരു കുട്ടി ഉണ്ടായിരുന്ന സന്തോഷ വാർത്ത അരച്ചുകൊണ്ട് മലക്ക് മനുഷ്യന്റെ വേഷത്തിൽ, പുരുഷന്റെ വേഷത്തിൽ വന്ന് മറിയം ബീവിയുടെ മുമ്പിൽ. ഇനി ഞാൻ പറയുന്നത് കേൾക്കണം സ്ത്രീകളെ. വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും നിങ്ങൾക്കുണ്ടാവാം. ഭർത്താവിന്റെ അഭാവത്തിൽ പലരുമായി നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവാം. ബെഡ്റൂമിന്റെ പരിസരത്ത് വരെ അന്യപുരുഷൻ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവാം. മറിയമിന്റെ മുമ്പിൽ മലക്ക് പുരുഷന്റെ വേഷത്തിൽ വന്നപ്പോ മറിയം ബീവി പറയുന്ന ഒരു വാക്കുണ്ട്, പൊയ്ക്കോ, റബ്ബിനെ പേടിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ വിട്ടുപോ. പരപുരുഷന്റെ ഒരു നിമിഷത്തെ സാന്നിധ്യം പോലും ഈ മറിയം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സൂറത്ത് തഹ്രീമിന്റെ 12-ാമത്തെ വചനത്തിൽ മറിയം ബീവിയെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച പെണ്ണ്. ഇല്ല, ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന്റെ മുമ്പിലും ഇത്തക്കില്ല. ഏ മനുഷ്യ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഏതല്ലാഹുവിനെ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ സാദത്തുഹും ഈമാനാ യൗമൻ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ഇതൊക്കെ ഖുർആനിലുള്ള. വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ ഈ ഗ്രന്ഥം? ഹിഫ്ള് ചെയ്യുന്ന തളിപ്പറമ്പിലെ മക്കളോട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇവിടുത്തെ ഹിഫ്ള് സെന്റർ ഭാഗ്യത്തിന്റെ കേന്ദ്രമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. സുബ്ഹാന ജല്ല ജലാൽ. ആസിയ ബീവി ഫിറൗനിന്റെ കൂടെ കൊട്ടാരത്തിൽ, സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി രാജകൊട്ടാരത്തിലെ പ്രഥമ വനിത, സൗഭാഗ്യങ്ങളുടെ പ്രതീക്ഷയിൽ കിട്ടാവുന്ന മുഴുവൻ ആസ്വാദനങ്ങളുമായി കഴിഞ്ഞുകൂടിയപ്പോഴാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നത്. ബിംബാരാധന, നക്ഷത്രാരാധന, സൂര്യാരാധന, സൃഷ്ടിപൂജ അതൊക്കെ നടന്നിരുന്ന സമൂഹം. അതെ, സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്ന സമൂഹം, മരിച്ചുപോയവർ ആരാധിച്ചിരുന്ന സമൂഹം. രാജകൊട്ടാരത്തിലെ സുഖമായി ജീവിച്ച ആസിയ ബീവി മൂസാ നബി റബ്ബിലേക്ക്, ആരാ നിന്റെ റബ്ബ്? ഫമൻ റബ്ബുകുമാ യാ മൂസ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാ? സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 49-50. ഫമാ ബാലിൽ ഖുറൂനിൽ ലൂലാ. പൂർവികരുടെ കഥ എന്താ മൂസ? അവർ കാഫിറാണോ മുശ്രിക്കാണോ? സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ദൈവത്തിന്റെ രാജപാതയിൽ വിശ്രമമില്ലാതെ തുടരേണ്ട ഖൗം. ഇതാ നോക്കൂ, മൂസാ നബി ആ ആസിയ ബീവിക്ക് ഈമാൻ ഉണ്ടായ മാറ്റം എന്താ? എന്ത് വേണേം ചെയ്തോ ഫിറൗനെ? സാഹിറന്മാര്, മജീഷ്യന്മാര് അവരല്ലാഹു വിശ്വസിച്ച് പറഞ്ഞു, ഫിറൗൻ ഈ ദുനിയാവിലെ നിനക്ക് ചെയ്യാൻ പറ്റൂ. ഓപ്പോസിറ്റ് ദിശയിൽ ഛേദിക്കുന്നു പറഞ്ഞു. എങ്ങനെ? ഒരു വലത്തെ കൈ ഇടത്തെ കാല്, പിന്നെ നിയന്ത്രണം ഉണ്ടോ? ഓപ്പോസിറ്റ് ദേശം പിന്നെ നിൽക്കാൻ പറ്റില്ല. അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഓ, നീ ചെയ്തോ? ഇവിടെ ചെയ്യാൻ പറ്റൂ, അവിടെ ചെയ്യാൻ കഴിയില്ല. ഈ വിശ്വാസമാകണം തളിപ്പറമ്പിൽ നിങ്ങൾക്കും എനിക്കുള്ളത്. ആളുകൾ എന്ത് പറഞ്ഞാലും, ആളുകൾ എന്ത് വിമർശിച്ചാലും, നമുക്ക് ശിർക്കറിയില്ല എന്ന് പറഞ്ഞാലും ഇല്ല കൂട്ടരെ, സാരമില്ല. നമ്മൾ അറിഞ്ഞ പോലെ ശിർക്കിന്റെ ഗൗരവം അറിഞ്ഞ ആരും ഈ കേരളത്തിലില്ല. തൗഹീദിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞ പോലെ അറിഞ്ഞൊരാളുമില്ല. ഞാനിത് ഹക്കായി പറയുന്നു. ഇന്ന് പ്രഭാതത്തിലോ ഇന്ന് രാത്രിയിലോ എന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കൊണ്ടുപോയാൽ ഇതെന്റെ ഒരു വല്ലാത്ത വാക്കുകളായിരിക്കും. ഈ വാക്കുകൾ നിങ്ങൾ മറക്കരുത്. മുജാഹിദുകളുടെ കേരളത്തിൽ ഈ വാക്കിന്റെ വിവിധ വശങ്ങൾ ക്ലിപ്പുകളായി കേരള ജനത കേൾക്കണം. KNM കേൾക്കണം, സമസ്ത കേൾക്കണം, ഇവിടെയുള്ള വിവിധ സംഘടനകൾ കേൾക്കണം.
അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ പഠിക്കുന്ന ഒരു സമൂഹമാകണം. ആസിയ ബീവി പറയാൻ, അള്ളാഹുവേ 66-ാം അധ്യായം സൂറത്തു തഹ്രീം 9, 10, 11 വചനങ്ങളിൽ, പടച്ചവനെ എനിക്ക് ഇവിടെ ഞാൻ രാജകൊട്ടാരം ഉപേക്ഷിച്ചു, തെരുവിലായി പോയി, എന്നെ ആക്രമിച്ചു, എന്റെ ഭർത്താവ് ആക്രമിച്ചു, ഭർത്താവിന്റെ ചിങ്കിടികൾ എന്നെ ആക്രമിച്ചു, എനിക്ക് നീ മതി, നിന്റെ അടുത്തൊരു വീട് മതി. ഈ വിശ്വാസം, സ്വർഗമുണ്ടെന്ന വിശ്വാസം. റബ്ബിക്കും. സഹോദര, സമയത്തിന്റെ കുറവ് കൊണ്ട് എന്റെ ഗൗരവമുള്ള ഒന്നാമത്തെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. കുന്തമെറിയപ്പെട്ട് കൊല്ലപ്പെട്ട സുമയ്യയിൽ നമുക്ക് മാതൃകയുണ്ടായിട്ടുണ്ട്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 214, സൂറത്ത് ആൽ ഇംറാൻ 142-ാമത്തെ വചനം, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരെ, അല്ലാഹുവിനെ അല്ലാതെ ഒരു ശക്തിയെയും നിങ്ങൾ പേടിക്കരുത്, ഒരു വ്യക്തിയെയും നിങ്ങൾ പേടിക്കരുത്, ഒരു ഭരണകൂടത്തെയും നിങ്ങൾ പേടിക്കരുത്. വലം യഖ്ശയില്ലല്ലാഹ്, വലം യഖ്ശയില്ലല്ലാഹ്. അല്ലാഹുവിനെ പേടിക്കുക. അതാ ആ സൈന്യം വരുന്നു, അവർ നിങ്ങളെ റാഞ്ചിയെടുക്കാറാകുന്നു. സഖ്യകക്ഷികൾ വരുന്നു, സർവായുധ സജ്ജർ വരുന്നു. പക്ഷേ എന്നിട്ട് അവർ പറയും സൂറത്ത് ആൽ ഇംറാൻ 173, 74, 75, 3-ാം അധ്യായം 200 വചനമുള്ള അധ്യായം, അത്ഭുതങ്ങളുടെ അധ്യായം, അത്ഭുതങ്ങൾ ഊറിയിട്ട അധ്യായം, വേദക്കാരെ കുറിച്ച് പറഞ്ഞ അധ്യായം, അതെ, പാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് അഗാധമായി പറഞ്ഞ അധ്യായം. അവിടെയാണ് പറയുന്നത്, ആ റബ്ബിന്റെ മഹത്വത്തെ, ആ റബ്ബ് തന്ന വായുവിനെ, ആ റബ്ബ് തന്ന വെള്ളത്തെ, അതെ എടോ ലോകത്തുള്ളവരെ, ഞാനല്ലാത്ത ആരെങ്കിലും സൃഷ്ടിച്ച 22-23 ഈ തപ്പനക്കുരുവിന്റെ പട പോലും അവർ അധീനപ്പെടുത്തിയിട്ടുണ്ടോ? 35-13. എത്ര വ്യക്തമാണ് ഈ സിദ്ധാന്തം ഖുർആനിൽ നിന്ന് പഠിക്കാത്തവരെ. ശരി.